എന്തെങ്കിലും പ്രത്യേകത നിനക്ക് തോന്നിയോ? അമ്മാമ്മ പറഞ്ഞത് കേട്ടപ്പോ എനിക്കൊരു സംശയം. ആ കുട്ടിയുടെ നോട്ടത്തിന് ഒരു പ്രത്യേക ഭാവം ഉണ്ടായിരുന്നില്ലേ എന്ന്. ചിലപ്പോ അമ്മാമ്മയുടെ പറച്ചിൽ കാരണം ഉണ്ടായ ഒരു തോന്നലായി കൂടരുത്. ആയിരിക്കാം. പിന്നെ ഞാനധികം ശ്രീദേവിയാണ് ശ്രദ്ധിച്ചത്. എന്തായാലും അച്ചു, എനിക്ക് ആ കുട്ടിയെ നല്ലോണം ഇഷ്ടപ്പെട്ടു. വേറൊന്ന് ആലോചിക്കാൻ എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിലും ഞാനത് സഹിക്കാൻ തീരുമാനിച്ചു. ഏട്ടൻ തീരുമാനിച്ചില്ലേ? ഇനി ആര് പറയുന്നത് ശ്രദ്ധിക്കണ്ട. നമുക്കിത് തന്നെ മതി. ഏട്ടൻ ഉറങ്ങിക്കോളൂ. ഈ അതിമനോഹരമായ മുഖവും പ്രത്യേകതയുള്ള ഈ കണ്ണുകളും ഞാനും നല്ലോണം കണ്ടോട്ടെ. അന്ന് പരിഭ്രമം കൊണ്ട് ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്ത് ഭംഗിയാണ് ഈ ചിരിക്കെന്നറിയോ? ദാമു മാമ പറഞ്ഞ എന്താണെന്നറിയോ? നിന്റെ ഈ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന്, നിന്നില് എന്തോ അസാധാരണത്വം ഉണ്ടെന്ന്. എന്തായാലും നിന്നെ കണ്ട നിമിഷം മുതൽ എനിക്ക് നിന്നോട് പറഞ്ഞറിയിക്കാനാവാത്ത സ്നേഹം തോന്നി. അംബാലികേ, അമ്മായി, അച്ചു, 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 എന്താ അച്ചു, എന്താ 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 പറ്റി? എന്തായിട്ടുണ്ടോ? പപ്പ, ഈ അമ്മാവന് നിനക്ക് വലിയ സമ്മാനം തരാൻ കഴിവില്ല. ഇതവളുടെ കഴുത്തുകെട്ട്. നോക്കണ്ട, നിങ്ങളുടെ രക്ഷയ്ക്കാ ഞാൻ ഈ ചെയ്യണത്. കുട്ടികൾ വരും. ഇന്നു മുതല് നിങ്ങൾ രണ്ടാളും കൂടിയാ ഈ വീട് നോക്കി നടത്തേണ്ടത്. വരൂ അമ്പാലികേ. വാ മക്കളെ. അമ്മാമ്മ, ഇന്നലെ രാത്രി ഉണ്ടായ കാര്യം അറിഞ്ഞോ? ഉവ്, അവിടുത്തെ ചാത്തു അപ്പ തന്നെ വന്ന് ഇവരെ എന്നോട് പറഞ്ഞു. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. അമ്മാമേ, അമ്പാലികയ്ക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നീ ഭയപ്പെടണ്ട, ഇനിയൊന്നും സംഭവിക്കില്ല. അതിനല്ലേ ഒട്ടും ആലോചിക്കാൻ ഇടം കൊടുക്കാതെ ആ രക്ഷയെടുത്ത് ഉടനെ നിന്നെ കൊണ്ട് കെട്ടിച്ചത്. ഇതൊന്നും പേടിക്കണ്ട ഏട്ടാ. അവിടെ അവര് പെൺകുട്ടികളുടെ സാമ്രാജ്യം അല്ലായിരുന്നു. ഏട്ടന്റെ സ്നേഹപ്രകടനം കണ്ടപ്പോ ഭയന്നായിരിക്കും. എടാ, അതിന് ഞാനൊന്നും ചെയ്തില്ല. ദാമു മാമയുടെ പേര് പറഞ്ഞപ്പോഴാ അമ്പാലിക ബോധം കെട്ടത്. അത് നന്നായി. ഇന്നലെ പേര് കേട്ടപ്പോഴേ ബോധം കേട്ട് വീണ ആൾക്ക് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ഉഗ്രൻ, ബഹുകേമം. എന്തായാലും ആ ഏലസ് കഴുത്തെ കിടക്കട്ടെ പപ്പ. ശരി, ഇവര് പറയുന്നൊന്നും നീ കേക്കണ്ട. ഞങ്ങൾ പോയിട്ട് വരാം. ശ്രീദേവിയുടെയും തങ്കമണിയുടെ അച്ഛന്റെ പെങ്ങള് പാർക്കുട്ടി വന്നിരുന്നു. തങ്കമണിയുടെ അപ്പൂട്ടിന്റെ കല്യാണം ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന എന്തിനാണെന്നാ അവര് ചോദിക്കണത്. ആലോചിക്കാൻ എന്താ? അപ്പൂട്ട് നല്ല പയ്യനാ. പണം കുറച്ച് കുറഞ്ഞാലും അവര് നല്ല തറവാടികളാ. പിന്നെ കൃഷിപ്പണി അത്ര മോശമൊന്നുമല്ല. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. 2 വർഷമായില്ലേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇനി തങ്കമണി ഇങ്ങനെ നിർത്തരുത്. അമ്മ പറഞ്ഞത് ശരിയാ. തങ്കമണി ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തേക്കാളും ശ്രദ്ധ എനിക്ക് ഇപ്പൊ അവളെ. നീ അമ്മ പറയണ പോലെ അമ്പാലിയെ പാമ്പങ്കാമെന്ന് പേടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ആ വിശ്വാസം എനിക്ക് അധികമായി വരിക. 2 കൊല്ലായില്ലേ, ഒരു ദിവസത്തേക്ക് പോലും അമ്പാലിക്ക് കുളി തെറ്റിയില്ല. എന്നാ നിങ്ങൾ പറയണ മാതിരി അമ്പാലിക പാമ്പങ്കാമെന്ന് പേടിച്ചോണ്ടെന്നാവട്ടെ. എന്നാ ശ്രീദേവിക്ക് കുളി തെറ്റിയില്ലല്ലോ. അതിന് അവളായിരുന്നില്ലേ അമ്പാലികയുടെ കൂടെ അപ്പോഴുണ്ടായിരുന്നത്, അന്നും ഇന്നും ഒക്കെ. ശരി, ഞാൻ ഇന്ന് തന്നെ പാറുകുട്ടിയെ കണ്ട് ഞങ്ങളുടെ ഉറപ്പിക്കാം.
ഏട്ടന് ഇത് തന്നെയാ പറയണത്. ചില സമയത്ത് ആളെ തന്നെ അറിയാത്ത മാതിരി തുറച്ചു നോക്കൂ അത്രേ. എന്തൊക്കെ പറഞ്ഞാലും അമ്പാലിക ഭാഗ്യവതിയാ. അവളുടെ ഈ ന്യൂനതയൊന്നും വകവയ്ക്കാതെ അവളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ. അതൊരു ഭാഗ്യം തന്നെയാ. അമ്പാലിക എന്താ ആലോചിക്കുന്നത്? ഈ കാറ്റിന് നല്ല മണമല്ലേ? ഏയ്, എനിക്കങ്ങനെ ഒരു മണവും തോന്നുന്നില്ല. ഉണ്ട്, നല്ല മണമുണ്ട്. ഈ നിലാവിൽ ഇങ്ങനെ ഒഴുകി നടക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ? അമ്പാലിക്ക് വെറുതെ തോന്നണതാ. ഇവിടെ ഒരു മണവുമില്ല. ഇപ്പൊ മുല്ല പൂക്കണ കാലുമല്ല. മുല്ലപ്പൂവിന്റെ മണമല്ല, നല്ല പാലപ്പൂവിന്റെ മണം. എവിടെയോ പാല പൂത്തിരിക്കണോ? നീ ഇങ്ങനെ അസംബന്ധം പറയാതെ അമ്പാലിയെ. പാലപ്പൂവിന് എങ്ങനെ നല്ല മണം ഉണ്ടാവുക? അതിനൊരു രൂക്ഷഗന്ധ. അല്ല, അതിന് മതിപ്പിക്കുന്ന നല്ല മണമാണ്. അത് മനസ്സിന് എന്തെന്നില്ലാത്ത ആഹ്ലാദവും സന്തോഷവും തരും. നീ എന്താ യക്ഷിയാ? പാലപ്പൂവിന്റെ മണത്തെ പറ്റി ഇത്ര വർണ്ണിക്കാൻ. സമയം ഒരുപാടായി. വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ആ മണം വളരെ ഇഷ്ടാ. കിടന്നോളൂ, ഞാൻ വരാം. വേണ്ട, ഇനി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. നമുക്ക് കിടക്കാം. വരൂ. ഇന്നലത്തെ അവളുടെ ഭാവം കണ്ട നീ കൂടി ഭയപ്പെട്ടിരിക്കു വെച്ചു. ഒരു നിമിഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് കൂടി ഞാൻ ആലോചിച്ചു. ഏട്ടന് ഓർമ്മയുണ്ടോ ആദ്യം ഏടത്തിയമ്മ കണ്ടപ്പോ ദാമുവ പറഞ്ഞത്? എന്നാലും എനിക്ക് അവളെ വെറുക്കാൻ കഴിയില്ല അച്ചു. സ്നേഹം കൂടുന്നേ ഉള്ളൂ. ശ്രീദേവി പറയണ മാതിരി ഏടത്തിയമ്മയുടെ ഭാഗ്യം. ഭാഗ്യോ നിർഭാഗ്യോ, സ്നേഹമുണ്ടെങ്കിലും നിന്നോട് പറയാമല്ലോ അച്ചു. സത്യത്തില് എനിക്ക് രാത്രി അവളുടെ കൂടെ ഉറങ്ങാൻ ഭയാണ്. എപ്പോഴാ അവളുടെ ഭാവം മാറുക എന്നറിയില്ല. ഒരുമാതിരി കരുതലോടെയാ ഞാനിപ്പോ പെരുമാറുന്നത്. നമുക്കിത് പാലക്കൽക്കാരോട് പറയണതല്ലേ ശരി? ഏടത്തിയമ്മയ്ക്ക് സംഭവിച്ചതിനെ പറ്റി അവർക്ക് അറിയാന്നാ തോന്നണത്. അതായിരിക്കാം തങ്കമണിയെ പ്രസവത്തിന് തറവാട്ടിലേക്ക് കൂട്ടിയിട്ട് വരാഞ്ഞത്. എന്തായാലും നമുക്ക് ദാമുമാമയോട് പറയാം.